വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഇറ്റ്സ് ബിക്കോസ് ഞാൻ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു എനിക്ക് വർക്ക്. ആക്ച്വലി ഡിസംബറിൽ ഞങ്ങൾ വർക്ക് തീരുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വർക്ക് ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പോൾ എനിക്കൊന്നിനും സമയമില്ല. പിന്നെ മാരേജിൻ്റെ തിരക്ക് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും സമയം കുറേ നാൾ എനിക്ക് ഒരു മാസം എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് പണിയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഞാൻ നാളെ ലീവാണ്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങിയത് ഒരു സ്പെഷ്യൽ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എനിക്ക് ഇന്ന് ഒരാളെ വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം. അപ്പോൾ ഒരു 2:30ക്കാണ് അവരുടെ ഫ്ലൈറ്റ് എത്തുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു 1:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് ഒരുപാട് ദൂരമില്ല. ട്രിവാൻഡ്രത്താണ് അവർ ലാൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് 1:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആസ് എ ബ്രൈഡ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ആസ് എ ബ്രൈഡ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. സോ വെൻ ഇറ്റ് കം ടു സ്കിൻ കെയർ, നമ്മൾ ടേക്കിംഗ് കെയർ ഓഫ് ബോഡിയിൽ മെയിനിൽ സ്കിൻ കെയർ വരുമ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഹെയർ ഞാൻ ജസ്റ്റ് ഒരു സ്പാ ചെയ്തിട്ടേക്കാണ്. സോ ഹെയർ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റാങ്കിളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഹെയർ സെറ്റ് ആവുമെന്ന് തോന്നും. സോ ഫസ്റ്റ് ആദ്യം നമുക്കൊന്ന് ഹെയർ ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കാം. ഡീറ്റാങ്കിൾ ചെയ്ത് സെറ്റാക്കി നമുക്ക് കെട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് പോകാം. ഓക്കെ. അപ്പം ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് 2 കോമ്പാണ്. ഒന്ന് ഒരു പ്ലാസ്റ്റിക് കോമ്പ്, ഒന്ന് വുഡൻ കോമ്പ്. ആദ്യമേ നമ്മൾ വുഡൻ കോമ്പിൽ തന്നെ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് കോമ്പിലേക്ക് പോകാം. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ മുടി ഒന്ന് നമ്മളുടെ കയ്യിലേക്ക് ഒതുക്കിയെടുക്കുക. അതിനുശേഷം താഴ്ന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക. എല്ലാ ഹെയറും നമ്മളുടെ കയ്യിൽ കിട്ടണം കേട്ടോ. എന്നിട്ട് ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് കോമ്പ് വേണം. പ്ലാസ്റ്റിക് കോമ്പ് എന്ന് പറഞ്ഞാൽ വെറും ഡൂക്ലി പ്ലാസ്റ്റിക് കോമ്പ് വാങ്ങിക്കരുത്. എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പ് വാങ്ങിക്കാം. ഇതിപ്പോൾ റൂട്ടിൻ്റെ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 150 റുപ്പീസ്. അത്രയും ഇച്ചിരി വിലയുണ്ട്. പക്ഷേ നല്ല കോമ്പാണ്. ഐ മീൻ അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മളുടെ ഹെയർ ഇങ്ങനെ പൊട്ടിപ്പോത്തില്ല. അതാണ് മെയിൻ കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു കോമ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡാണ്. നമ്മളുടെ ഈ ഫുട്പാത്തിലൊക്കെ കിടക്കണ ആ ടൈപ്പ് ചീപ്പ് വാങ്ങിക്കരുത് കേട്ടോ. ഈ ചീപ്പ് തന്നെ വാങ്ങിക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ഹെയർ അത്യാവശ്യം നല്ല സെറ്റായി. ഇനി നമുക്ക് നന്നായിട്ട് കെട്ടി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് പോകാം. സ്കിൻ കെയറിൻ്റെ കേസ് വരികയാണെങ്കിൽ ഞാൻ 2 ഓയിൽസാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ, അപ്പം ഞാൻ ഇവിടെ തേക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നാൽപ്പരാമാതിയും ഏലാതി തൈലമാണ്. ഏകദേശം ഒരു 8 മാസം കൊണ്ടിട്ട് ഞാൻ ഈ ഓയിൽ ഇവിടെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇത് നല്ലതാണ്. ഇപ്പം എല്ലാവരും നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഓയിലിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഫേസിൽ നന്നായിട്ട് ഓയിൽ വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാഷ് ഓഫ് ചെയ്യാനായിട്ട് ഞാനിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പയറുപൊടിയാണ് കേട്ടോ. ഏകദേശം 1 വീക്കോളം ആയിട്ടുണ്ട് ഞാൻ ഈ പയറുപൊടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ, ഞാൻ വിചാരിക്കും ഓയിലൊന്നും പോവില്ല എന്ന് വിചാരിക്കും. ഈ പയറുപൊടി മീൻസ് നാച്ചുറൽ ആണല്ലോ. അപ്പം നമ്മൾ ഈ ഫേസിൽ ഇത്രയും ഓയിലൊക്കെ ഇട്ടിട്ട് ഈ പയറുപൊടി കൊണ്ടിട്ട് ഓയിൽ പോവുമോ എന്ന് ഞാൻ ഡൗട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് ഓയിൽ പോവും. കുറച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഭയങ്കര ലൂസായത്, കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ ഒരുപാട് നേരം ഫേസിൽ വെക്കരുത്. ഏകദേശം ഒരു 15 to 30 മിനിറ്റ്സ് മാത്രമേ ഫേസിൽ വെക്കാവുള്ളൂ. അതുപോലെ ഈ പയറുപൊടി യൂസ് ചെയ്യുമ്പം നല്ല രീതിക്ക് അത് എന്ത് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്തിരിക്കുക. അതായത് തരി തരി പോലെ ഭയങ്കര തരിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളത് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ പോറൽ വീഴാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മാസ്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പയറുപൊടി കുഴച്ചെടുത്തേക്കുന്നത്. സോ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഒരുപാട് സ്പീഡിലല്ല, ഭയങ്കര ചെറുതായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ പോഴ്സ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. ഇത് പോഴ്സ് എൻലാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ. സോ നല്ല മൈന്യൂട്ട് ആക്കിയിട്ട് മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഭയങ്കര സ്പീഡ് കുറച്ചിട്ട് ചെയ്യാം. ഓയിലൊക്കെ പോകുമെന്ന്, പക്ഷേ ഇരുവൽക്കും നന്നായിട്ട് പോകും. പക്ഷെ ഒരു 1 മിനിറ്റ് മസാജ് വേണം. ചെറിയ രീതിക്കൊരു സ്ക്രബിങ് എഫക്റ്റും കൂടെ ഇതിന് കിട്ടും. നിങ്ങൾക്കിത് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ, ഫേസിൽ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പം വെക്കുന്നില്ല, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വാഷ് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു എന്നിട്ട് കാണിക്കാം. ഓക്കെ, സോ കഴുത്തിലൊക്കെ തേക്കണമെങ്കിൽ കഴുത്തിലൊക്കെ തേക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടുത്തൊക്കെ തേക്കുക. കഴുത്തിലൊക്കെ തേച്ചാൽ നല്ലതായിരിക്കും, നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ് കിട്ടുന്നത്. സോ ഞാനപ്പം ചെയ്തു ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഫേസിൽ ഒരട്ടി പിമ്പിൾസ് ഉണ്ട്, ബാക്കിയെല്ലാം സ്ഥിരമായിട്ടുള്ള കുറേ പിമ്പിൾസ് തന്നെയാണ്. സോ അപ്പോൾ ഞാൻ വിചാരിക്കണേ എനിക്കൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കണം. സോ ഞാനൊരു ഇപ്പം കിടക്കാമെന്ന് വെച്ചു, 10:30 ആകാറായി. സോ ഞാനൊരു 10:30 ആകുമ്പോൾ കിടന്നിട്ട് 12:30 ആകുമ്പോൾ എഴുന്നേൽക്കും. അപ്പോൾ 2 മണിക്കൂർ ഉറക്കമെങ്കിലും കിട്ടുമല്ലോ. അപ്പം കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടി സ്കിൻ മേക്കപ്പ് ട്രൈ ചെയ്യാൻ പോവാണെന്ന്. ഒരു ഫൗണ്ടേഷൻ അതൊക്കെ വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ട്രൈ ചെയ്യാൻ പോകും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി, ബട്ട് അതിന് മുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കാം. സോ നമുക്ക് ഒരു മൈക്രോഫൈബർ ടവൽ വാങ്ങിക്കണം കേട്ടോ. ആ ടവൽ കൊണ്ടിട്ട് വേണം നമ്മൾ ഫേസ് തുടയ്ക്കാനൊക്കെ. അതായത് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഫേസിൽ പിമ്പിൾസൊക്കെ എപ്പോഴും വരുന്ന ആളായതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ആയാൽ പോലും എനിക്ക് പെട്ടെന്ന് വരും. സോ ഈ പയർ കൊണ്ട് കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ എവിടെയൊക്കെ പൊടികളൊക്കെ ഇരിക്കും. അപ്പോൾ ഈ തുടയ്ക്കുന്ന സമയത്ത്
നന്നായിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് ഡാബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫേസ് മാസ്ക് വെക്കാം. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കുറേ നാളായി വാങ്ങിയിട്ടിത്. അപ്പോൾ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്തായാലും. അപ്പോൾ ഇതൊരു ചാർക്കോൾ ഫേസ് മാസ്ക് ആണ്. അപ്പം ഷീറ്റ് മാസ്ക് ആണ്. അപ്പം നമുക്കിത് പൊട്ടിച്ച് വയ്ക്കാം. ഇങ്ങനെയല്ലേ തിരിച്ചങ്ങനെ കിടക്കുക. ഇങ്ങനെ തന്നെയാണ്, പക്ഷേ എൻ്റെ പ്രശ്നം ഇതിൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞാണ്, എൻ്റെ കണ്ണല്ല വലുത്. അയ്യോ സോറി ഗൈസ്, എൻ്റെ പ്രശ്നമല്ല, നല്ല എൻ്റെ പ്രശ്നമാണ്. ഷീറ്റ് മാസ്ക് വെക്കാൻ തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഓക്കെ, ഞാൻ മുന്നേ കാണിച്ചു. സോ ഇപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയത്. സോ നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം. ഓക്കെ, ഞാനൊരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് വാഷ് ഔട്ട് ഇതെടുത്ത് കളയും. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എസൻസ് നമുക്ക് കഴുത്തിലും കയ്യിലൊക്കെ ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ്. യാ essence. നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് 15 മിനിറ്റ് വെച്ചിട്ട് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നമുക്ക് മേക്കപ്പ് വീഡിയോയിലോട്ട് പോകാം. ഒരു 12:30 ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. സോ മേക്കപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നാളിപ്പം ഇത് ഇത്രയും ഹൈഡ്രേറ്റഡ് ആവും. അതുപോലെ എൻ്റെ ലിപ്പ് എനിക്കൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കണം. സോ ലിപ്പ് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമീത ആയുർവേദിക്സിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറങ്ങാം. ഹലോ, സമയം ഇപ്പോൾ 12:40 ആയിട്ടുണ്ട്. സോ ഞാൻ എഴുന്നേറ്റു. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഇടുന്നൊരു വൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് വൈറ്റ് ഡ്രസ്സ് ഇടാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ കയറി പിടിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. കാണാൻ പറ്റുന്നില്ലായിരിക്കില്ലേ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് എടുത്തതിന് വലിയ പൈസയൊന്നുമില്ല. ഐ മീൻ 400, 500 അതിനിടയ്ക്ക് നിൽക്കുന്നതാണ്. ബട്ട് നല്ലതാണ്. ഈ ഒരു വി നെക്ക്, ഈ ഒരു പാറ്റേൺ, കയ്യിൽ നല്ല തുണിയാണ്, നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റാണ്. സോ എനിക്ക് വൈറ്റ് അങ്ങനെ ഇല്ല. പിന്നെ ഇതിനകത്ത് ഒരു പെയർ വിത്ത് നമ്മൾ ഷോൾ ചെയ്യുന്നുണ്ട്. ഷോളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാമെന്നറിയോ? ഓക്കെ, ഇനി ഞാൻ ടോണർ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. സോ നമുക്ക് മോയ്സ്ചറൈസർ ഫേസ് നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. ഞാൻ ഫോക്സ് ടെയിലിൻ്റെ
ഹൈഡ്രലോണിക് ആസിഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സോ പ്രൊഡക്റ്റൊക്കെ അപ്ലൈ ചെയ്യാം. And the most important part is നമ്മൾ ഈ സൈഡ് കവർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഈ കളറൊക്കെ ഇതിനകത്തോട്ട് പിടിക്കും. വൈറ്റ് അല്ലേ, അപ്പം പെട്ടെന്ന് പിടിക്കും. സോ നമ്മൾ കവർ ചെയ്യാം. ഈ വൈറ്റ് ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, കളർ ഇതിനകത്തിന് പിടിക്കും. ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ ടച്ച് ചെയ്യാറുണ്ട്. ഐ തിങ്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടണം. സ്കിൻ കെയർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ലാതെ എന്തെങ്കിലും മേക്കപ്സ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാസ്ക് വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും കേട്ടോ. ഒരു ഹൈഡ്രേഷൻ ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നന്നായിട്ടൊന്നാവട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ തിങ്ക് പ്രൈമർ ഇടാം. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതിനകത്ത് എൻ്റെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമർ ഇടാം. അതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ ശേഷം ഒരുപാട് വെള്ളം കുടിക്കരുത്, കുറച്ച് കുടിക്കും. സോ എൻ്റെ കയ്യിലുള്ളത് ഫേസ് സ്കാനറയുടെ പ്രൈമറാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഇടുന്നത്. സോ കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ടവൽ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഇടണം പ്രൈമർ. ഇറ്റ്സ് എസെൻഷ്യൽ. ലെറ്റ്സ് ട്രൈ സം മോർ. എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഇട്ടു. ഇനി ഒന്ന് സെറ്റാകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമർ സെറ്റായി. ഇനി നമുക്ക് കൺസീലർ ഇടാം. സ്പെസിഫിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ കൈ കൊണ്ടും പ്ലസ് സ്പോഞ്ച് കൊണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. അതിന് ശേഷം നിങ്ങൾക്ക് സ്പോഞ്ച് കണ്ടിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാം. സ്പോഞ്ച് ഞാനൊന്ന് ചെറുതായിട്ട് നനച്ചിട്ടുണ്ട്.
നനച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. സോ ബ്ലെൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നനയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസീലർ ഞാൻ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഓക്കെ ഓക്കെ ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഇത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വരുന്നത് 140p മീഡിയം. ഓക്കെ, ഇത് എനിക്ക് സ്യൂട്ടാവും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ലെറ്റ്സ് ട്രൈ. ഒരു കേക്കി ഫീലിങ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കണം. എനിക്കതാണ് എൻ്റെ മേജർ ആവശ്യം, അതാണ്. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാണ്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ അപ്ലൈ. ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് എനി ബ്രഷ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബ്രഷിലേക്ക് പോകാം കേട്ടോ. I think it blends with my color. How is it, guys? ആക്ച്വലി എൻ്റെ ഫേസ് കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊന്നും എനിക്ക് പേഴ്സണലി എനിക്കൊരുപാട് സമയം എടുക്കുന്നില്ല. കാരണം അപ്പോൾ നമ്മൾ ഫേസ് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കാൻ നോക്കുക നന്നായിട്ട്. കറക്റ്റ് ആവുമായിരിക്കട്ടെ. സന്തോഷം കണ്ടോ. വെരി വർക്ക്. സോ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഐലൈനർ എഴുതാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ അവിടെ ഇരുന്ന്, അപ്പോഴത്തേക്ക് നമ്മളുടെ ഐലൈനർ എഴുതാം. ഞാൻ ടോപ്പിൽ മാത്രമേ ഐലൈനർ എഴുതുന്നുള്ളൂ കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നല്ല ചുവന്നിരിക്കുന്നുണ്ട് ഉറക്കത്തേക്ക്. കണ്ണെന്നാലും ചുവന്ന് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ചുമക്ക് നിൽക്കാം സമയം അനുസരിച്ച്. സാരിയുണ്ട്, അവളുടെ ബ്ലഷ്. സോ ബ്ലഷ് ഇഷ്ടമുള്ളവർക്ക് ബ്ലഷ് ഇടുക നന്നായിട്ട്. ഒരുപാട് എടുക്കുന്നില്ല. അതും എൻ്റെ കെ ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ ബ്ലഷ് ഇരിക്കുന്നത്. പക്ഷേ കെ ബ്യൂട്ടിയുടെ ബ്ലഷിനെയും കാട്ടിലും ബെറ്റർ ബ്ലഷസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. മറ്റേ ലിക്വിഡ് ബ്ലഷസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. കെ ബ്യൂട്ടിയുടെ ബ്ലഷ് വൗ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ അതർ ബ്രാൻഡ് ബ്ലഷസ്. ബ്ലഷ് എപ്പോഴും ഡൗൺ ടു അപ്വേർഡ് അപ്ലൈ ചെയ്യും. This side also I need to apply. Okay. എൻ്റെ ബ്ലഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൻ ഇട്ടോളും. ഇത് ഓർഡർ ആണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. I don't know if you need to follow some order to do this stuff. ഒരു ഐഡിയ എനിക്കില്ല.
ഓക്കെ ഓക്കെ നൈസ്. ഞാനൊരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് കൊള്ളാമല്ലേ, എല്ലാം ഇട്ടൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എഴുതാതാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല, എന്നാലും അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സാധനമായിരുന്നു ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന പെൻസിൽ. ബിക്കോസ് എൻ്റെ ഐബ്രോയ്ക്ക് ഓൾറെഡി നല്ല കട്ടിയുണ്ട്. സോ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ഐബ്രോയ്ക്ക് കൊടുത്തിട്ടേയില്ല. ബട്ട് എൻ്റെ ഒരു ഐബ്രോയ്ക്ക് ഒട്ടും സ്റ്റാർട്ടിങ് ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഞാൻ ഐബ്രോ എടുക്കാൻ പോകുന്ന എവിടെ പോയാലും അവർ പറയും ഒരു ഐബ്രോയ്ക്ക് സ്റ്റാർട്ടിങ് ഇല്ല. സോ ഐബ്രോസ് എഴുതണേ എന്ന് പറയും. ഇല്ല, ഞാനിപ്പോൾ ഒന്ന് എഴുതി നോക്കിയാന്ന് വിചാരിച്ചു. ഐബ്രോസ് കൊള്ളാം കുഞ്ഞിനെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ടില്ല, കുറച്ച് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് അതുകൂടെ സെറ്റായി വരുമ്പോൾ എങ്ങനെ വരുമോ നോക്കാം. പൊട്ടൊക്കെ വെച്ചിട്ട് സെറ്റായി വരുമ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കാം. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഐലൈനറൊക്കെ ഇട്ട് ഉണങ്ങിയോ നോക്കാം. ഉണങ്ങിയത് നമുക്ക് ലിപ് ലൈനർ. എനിക്ക് എപ്പോഴും കുറച്ച് ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യണം കേട്ടോ, ഇഷ്ടം. ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. സോ അത് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് അപ്ലൈ. നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് കൂടുതലും വരുന്നത്. സോ ഞാൻ ഈ ദിസ് പിങ്ക് പ്ലസ് ദിസ് ഗ്ലിറ്റർ ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. ഒരു ഓവറുള്ളൊരു ചുമപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് പൊട്ട്. എനിക്ക് എപ്പോഴായാലും പൊട്ടിട്ടായിട്ട് നോക്കിയിട്ടേ എൻ്റെ ലുക്ക് എനിക്കറിയാൻ പറ്റുള്ളൂ. ഇച്ചിരി ഓവറായോ? ഐ തിങ്ക് സോ. അത് കുഴപ്പമില്ലല്ലേ, നേരിട്ടാണെങ്കിൽ അത്രയും പ്രശ്നമില്ല എന്ന് തോന്നും. ഇനി നമുക്ക് പയ്യെ ഓരോരോ ആക്സസറീസ് ആയിട്ട് എടുക്കാം. ഇതെൻ്റെ കമ്മല. സോ ഇത് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. 500 റുപ്പീസാണ്. പക്ഷെ കൊള്ളാം. ബട്ട് അതിൻ്റെ ഹുക്ക് അത്രയ്ക്ക് കറക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. ഈ സ്റ്റോൺസ് നല്ല ഭംഗിയുണ്ട് കണ്ടോ. സ്റ്റോൺസ് ഇസ് നൈസ്. പക്ഷെ ഇതിൻ്റെയാണ് ഹുക്ക് അങ്ങോട്ട്. ഓക്കെ ഓക്കെ, വാച്ചിടാം. Yeah. So വാച്ചിട്ടു മാലിടാം. ഇത് കുശൽസിന്ന് വാങ്ങിച്ചാണ്. ഓക്കെ, മാലിട്ടു ഓൾ ഡൺ ആയെങ്കിൽ നമുക്ക് സെറ്റിംഗ് പൗഡറും കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റിംഗ് പൗഡർ. ആക്ച്വലി ഞാൻ എടുത്ത ഫൗണ്ടേഷൻ്റെ ഒരു പൊടിക്ക് ഹയസ്റ്റ് ഷെയ്ഡ്, മറ്റേത് 140p മീഡിയം ആയിരുന്നു. ഇതിൻ്റെ ഒരു പൊടിക്ക് ഷെയ്ഡ് കൂടുതലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ആലോചിക്കുന്നതേ, നമ്മൾ ചെറിയ ചെറിയ പരിപാടിക്ക് നമുക്ക് തന്നെ മേക്കപ്പ് ചെയ്യല്ലേ, അത്യാവശ്യ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ.
എൻ്റെ HD അങ്ങനെയുള്ള മേക്കപ്പ് ഒന്നും അല്ല. ബട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചില ചില കാര്യങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഷെയ്ഡൊക്കെ അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ഭയങ്കര ഫെയർ ഷെയ്ഡൊക്കെ എടുത്ത് വെച്ചാൽ അത് കുളമാവും. സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, എൻ്റെ കണ്ടില്ലേ ഇപ്പോൾ. So I think I'm done with my makeup. Everything looks fine. Yeah. So നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. This is the first time I am using setting spray also. The face scanner ഇടണം കേട്ടോ. അടിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസി ടച്ചാണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിക്കുവാൻ കിട്ടുന്നത്. ഞാൻ ഫേസ് സ്കാനായിട്ട് സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചേക്കുന്നത്. സോ നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഫുൾ ഔട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. മുടി ഞാൻ ജസ്റ്റ് അഴിച്ചിട്ടേക്കാണ്. ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ പൊക്കിക്കെട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫിനിഷ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണൊക്കെ ചുമന്ന് വരുന്നുണ്ട്. ചിലപ്പോൾ ഉറക്കത്തിൻ്റെ ആയിരിക്കും. തൽക്കാലം നമുക്കതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകും. അപ്പോൾ ആദ്യമേ അമ്മ ഒരുങ്ങി നോക്കണം. അതിനുശേഷം നമ്മൾ എയർപോർട്ടിൽ പോകും. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോള്. ഇത് നല്ലൊരു ഷോളാണ്. നല്ല രസമാണ് തൊടാനൊക്കെ, ടച്ച് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. സോ നമുക്ക് പോയിട്ട് വന്നാലും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1:30-1:45 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ട്രിവാൻഡ്രത്തോട്ടാണ് പോകേണ്ടത്. ട്രിവാൻഡ്രത്തോട്ട് ഞങ്ങൾക്ക് ഇവിടെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പോകുന്നതാണല്ലോ. അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. പക്ഷെ ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടി കേട്ടോ. പള്ളിപ്പുറത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുപോലെ നല്ല മഴയായിരുന്നു. സോ അന്ന് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമായത് ഈ ബ്ലോക്കാണ്. ബട്ട് പ്രശ്നമില്ല, അവരെ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തി. പെട്രോളൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ ഞങ്ങളവിടെ എത്തി. രാവിലെ എനിക്ക് ബ്ലോക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഓക്കെ, മീൻസ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടും. ഏകദേശം ഞാൻ ഇവിടുന്ന് ഒരു 7:30യുടെ ബസ്സിൽ പോയാലും നല്ല ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. ഒരു 2-2.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ പക്ഷേ ഇത്രയും അതിരാവിലെ ഇത്രയും ബ്ലോക്ക് കിട്ടിയത് എനിക്ക് കുറച്ച് ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെർമിനലിലോട്ട് പോയി. ടെർമിനൽ 2ലാണ് എക്സിറ്റ് വരുന്നത്. അപ്പം അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരാളെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോകുന്നത്. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ എയർപോർട്ടിനകത്തോട്ടുള്ള റോഡിൽ കൂടെ നമുക്ക് ജസ്റ്റ് കറങ്ങി വരാം. അല്ലാണ്ട് ഒരാളെ വിളിക്കാനായിട്ട് പോകുന്ന കുറേ നാൾക്ക് ശേഷമാണ്. സോ അങ്ങനെ ഞങ്ങൾ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഒരുപാട് വെയിറ്റിംഗ് ടൈം വന്നില്ല കേട്ടോ. അവരെ വിളിച്ചിട്ട് അവരെ കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഇങ്ങനെ എപ്പം വരും എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. സാധാരണ ആളുകൾ എത്താൻ നേരത്ത് വിളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അവർക്ക് വിളിക്കാനും പറ്റിയില്ല. കാരണം പെട്ടെന്ന് എന്തോ ഇവരുടെ ബാക്ക് പാക്കൊക്കെ വന്നു. അപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഫൈനലി അവരെത്തിയിരിക്കുകയാണ്. വലിയ സർപ്രൈസ് ഒന്നും എല്ലാവർക്കും മനസ്സിലായി കാണും. എൻ്റെ ചേച്ചിയും ചേട്ടനും പിള്ളേരുമാണ്. അവർ USA നിന്ന് എത്തായിരുന്നു അന്ന്. അപ്പം അവർക്ക് ജെറ്റ് ലാഗ് കൊണ്ടിട്ട് പിള്ളേർക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. 17 hours അവർ കണ്ടിന്യൂസ് ഇരുന്നു. അപ്പം പിള്ളേർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഇളയാളെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവരുടെ വീടിൻ്റെ ചാവി ചേട്ടൻ്റെ കയ്യിൽ. അപ്പം ചേട്ടൻ വേറെ വണ്ടിയിലാണ് വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. ചിപ്പിയും അമ്മയൊക്കെ ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നതും പിള്ളേരും ഉറങ്ങിയെന്നും അങ്ങനെയുള്ള കേസൊക്കെ. അങ്ങനെ അവരെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. സോ വീട്ടിൽ വന്നിട്ട് ഞാനും എൻ്റെ മേക്കപ്പ് നോക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്, പോയിട്ടുണ്ടോ,
എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് എന്നെ തന്നെ അഡോർ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ഇത്രയേ ഉള്ളൂ. ഞാനിനി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ നാളെ ഞാൻ ലീവാണ്. അപ്പം ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. നാളെ രാവിലെ അവരോട് കളിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഞാൻ ഉറങ്ങാൻ നേരത്ത് മേക്കപ്പ് റിമൂവ് ചെയ്തില്ല. അല്ലാണ്ട് തന്നെ കിടന്നുറങ്ങി. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്ന